ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നലെ ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. അതിനകത്ത് എങ്ങനെയായിരുന്നു, ഒരു സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ ഉണ്ട് അല്ലേ, ഇതുപോലെ ഒരു പൊട്ടൻഷ്യൽ ബാരിയർ ഉണ്ട്. അതിന്റെ ഹൈറ്റ് എത്രയാണ്? വി ആണ്. പൊട്ടൻഷ്യൽ എനർജി വി ആണ്. ഇവിടെ ഒരു പാർട്ടിക്കിളിന്റെ എനർജി ലെസ് ദാൻ വി ആണ് അല്ലേ. ഈ റീജിയൻ 1, റീജിയൻ 2, അതുപോലെ ഇത് റീജിയൻ 3 എന്ന് പറഞ്ഞു. നമുക്ക് ഇന്നലെ ലാസ്റ്റ് ഒബ്റ്റെയിൻ ചെയ്തത് ട്രാൻസ്മിഷൻ പ്രോബിലിറ്റി എന്നായിരുന്നു. ട്രാൻസ്മിഷൻ പ്രോബിലിറ്റി ഇത് എഫ് സ്റ്റാർ എഫ് ബൈ എ സ്റ്റാർ എ എന്നായിരുന്നു ഇതിന്റെ ട്രാൻസ്മിഷൻ പ്രോബിലിറ്റി. റീജിയൻ 1ഉം 2ഉം നമ്മൾ കണ്ടു അല്ലെ, 1ഉം 3ഉം അല്ലെ. ഇത് നമുക്ക് എന്ത് ചെയ്യണം? റീജിയൻ 3യുടെ വേവ് ഫംഗ്ഷൻ കാണണം അല്ലെ. ഈ മൂന്നാമത്തെ റീജിയന്റെ വേവ് ഫംഗ്ഷൻ കാണണം. സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെ അല്ല, റീജിയൻ 2ന്റെ, സോറി കേട്ടോ, റീജിയൻ 2ന്റെ എന്ത് കാണണം? പിന്നെ ഷ്രോഡിംഗേഴ്സ് ഇക്വേഷൻ ആയി അപ്ലൈ ചെയ്യണം അല്ലെ. എന്താ ഷ്രോഡിംഗേഴ്സ് ഇക്വേഷൻ? ഡി സ്ക്വയർ സൈ 2 അല്ലെ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 2m ബൈ എച്ച് ക്രോസ് സ്ക്വയർ ഇൻറ്റു ഇ മൈനസ് വി സൈ 2 ഈക്വൽ ടു 0 എന്നുള്ളതാണ് ഷ്രോഡിംഗേഴ്സ് ഇക്വേഷൻ അല്ലെ. ഇനി നമുക്കറിയാം, ഈ റീജിയനിൽ സെക്കൻഡ് റീജിയനകത്ത് എന്താണ്? ഇതിന്റെ എനർജി ഈസ് ലെസ് ദാൻ വി ആണ് അല്ലെ. ഈ ബാരിയറിന്റെ ഹൈറ്റ് എത്രയാണ്? വി ആണ്. പക്ഷെ പാർട്ടിക്കിളിന്റെ എനർജി എന്താണ്? വിനേക്കാളും കുറവാണ്. അതുകൊണ്ട് ഇ മൈനസ് വി എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി നെഗറ്റീവ് ആണ്. അത് എക്സ്പ്ലനേഷൻ ആയിട്ട് അവിടെ എഴുതണം. ഫോർ ദിസ് പർട്ടിക്കുലർ പാർട്ടിക്കിൾ ദ എനർജി ഈസ് ലെസ് ദാൻ വി, സോ ദാറ്റ് ഇ മൈനസ് വി ഈസ് എ നെഗറ്റീവ് ക്വാണ്ടിറ്റി. അതുകൊണ്ട് വി ഹാവ് ടു മേക്ക് ദിസ് കോൺസ്റ്റന്റ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി. സോ we make the following changes: psi 2 by dx square minus 2m by h cross square into v minus e psi 2 equal to 0 എന്ന് കൊടുക്കും അല്ലേ. അങ്ങനെ ഇത് ചെയ്തു. ഇനി ഇവിടെ നമ്മൾ ഇതിനും സെയിം ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ആയതുകൊണ്ട് ഇതിന് നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് k1 എന്ന് കൊടുത്തിരുന്നു. അതുകൊണ്ട് ഈ റീജിയൻ ഡിഫറെന്റ് ആണ് അല്ലെ. ഇതിന്റെ പൊട്ടൻഷ്യൽ v ആണ്, അതൊരു ബാരിയർ ആണ്. It's a different medium, so we have to take a different constant which is k2 അല്ലേ. അപ്പൊ ഇതിന് വരെ നമ്മൾ എന്ത് എടുത്തു? k2 സ്ക്വയർ എടുത്തു അല്ലേ. ടേക്കിംഗ് k2 സ്ക്വയർ ഈക്വൽ ടു 2m ബൈ എച്ച് ക്രോസ് സ്ക്വയർ ഇൻറ്റു v മൈനസ് e എന്ന് കൊടുത്തു അല്ലേ. ആ സബ്സ്റ്റിറ്റ്യൂഷനിൽ എത്തിക്കഴിഞ്ഞാൽ അതുപോലെ d ബൈ dx വരെ നമ്മൾ d സ്ക്വയർ ഇട്ട് കൊടുത്തു അല്ലേ. അപ്പൊ d സ്ക്വയർ സൈ 2 മൈനസ് k2 സ്ക്വയർ psi 2 equal to 0 now. Taking psi 2 common, we will get d square minus k2 square into psi 2 equal to 0 അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഇത് ഇക്വേഷൻ ചെയ്താൽ നമുക്ക് d square minus k2 square equal to 0 എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ d square equal to k2 square എന്ന് കൊടുക്കാം. Which means d equal to plus or minus k2 എന്ന് കൊടുക്കാം അല്ലേ. d equal to plus or minus k2 ആണല്ലോ. ഇനി ഇവിടെ എന്ത് ചെയ്യാണ്? ഇവിടെ നമുക്ക് സൊല്യൂഷൻ അപ്ലൈ ചെയ്യണം അല്ലേ. അപ്പൊ ഞാൻ നേരത്തെ സൈനസോയിഡൽ വേവ് ഫംഗ്ഷന്റെ ഇതായിട്ടാണ് നമ്മൾ കൊടുത്തത് അല്ലേ. നമ്മൾ 1 ഡയമെൻഷണൽ പൊട്ടൻഷ്യൽ ബോക്സ് കൊടുത്തപ്പോൾ ഇതുപോലൊരു കേസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ a cos beta x plus b sin beta x അങ്ങനെ എന്തൊരു സൊല്യൂഷനാണ് കൊടുത്തത്. പക്ഷേ it has also got another solution which is of the form psi 2 equal to c e raised to k2x plus d e raised to minus k2x അല്ലേ. അതായത് ചേഞ്ച് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഇവിടെ നമ്മൾ തൊട്ട് റീജിയൻ 1ഉം 3ഉം കാൽക്കുലേറ്റ് ചെയ്തില്ലേ. അപ്പൊ നമുക്ക് കിട്ടിയത് d equal to plus or minus I k1 ആയിട്ട് plus or minus I ഉണ്ടായിരുന്നു. അപ്പൊ ഈ c raised to I k2x അതുപോലെ അങ്ങനെയൊക്കെ എടുത്തത് അല്ലേ. ഇതുപോലെ ഇത് റിയൽ ആണ്. ഇതിന് രണ്ട് സൊല്യൂഷൻ നമ്മൾ ഷേപ്പ് ചെയ്താൽ ഇതൊന്നെങ്കിൽ a cos beta x plus sin beta x എന്ന് പറഞ്ഞ ആ ഒരു ഫോം 1 ഡയമെൻഷണൽ ബോക്സ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ ചെയ്ത ആ ഒരു രീതിയിൽ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതും അതിന്റെ ആക്സെപ്റ്റബിൾ സൊല്യൂഷൻ ആണ്. അപ്പൊ ഈ ഒരു ചേഞ്ച് ഞാൻ ആവർത്തിച്ച് പറയാൻ കാരണം ഇത് ഈ ഒരു പർട്ടിക്കുലർ കേസിൽ നമ്മൾ ഈ സൊല്യൂഷനാണ് ചെയ്യുന്നത്. 1 ഡയമെൻഷണൽ ബോക്സിന്റെ കേസ് ഒന്ന് മറിച്ച് നോക്കുക, നമ്മൾ വേറെ ഒരു മെത്തേഡാണ് ചെയ്യുന്നത് അല്ലെ. ഈ സൊല്യൂഷൻ അല്ല, a cos beta x plus b sin beta x അങ്ങനെ എന്തോ ഒരു ഫോമാണ് എടുത്തത് അല്ലെ.
അപ്പൊ അത് മറക്കരുത് കേട്ടോ. ഇത് നമ്മൾ ഡിഫറെന്റ് ഇതും അതും അതിന്റെ സൊല്യൂഷൻസ് ആണ് അല്ലെ. ഇതിപ്പോ നമുക്ക് e⁻k2x ഉണ്ട്, അത് നമുക്ക് സൈന്റെയും കോസിന്റെയും ടേംസിൽ എഴുതാന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അങ്ങനെ ഇരിക്കട്ടെ. അപ്പൊ നമുക്ക് എന്തായി 3 റീജിയനിലുള്ള വേവ് ഫംഗ്ഷൻ ആയി അല്ലെ. 3 റീജിയനിലുള്ള വേവ് ഫംഗ്ഷൻ ആയി. എന്തൊക്കെയായിരുന്നു? ഫോർ റീജിയൻ 1 ψ1 ഈക്വൽ ടു എന്തായിരുന്നു? ae⁻ik1x പ്ലസ് be⁻−ik1x എന്നായിരുന്നു അല്ലെ. അതുപോലെ രണ്ടാമത്തെ റീജിയന് എന്തായിരുന്നു? ψ2 ഈക്വൽ ടു ഇത് അല്ലെ. ψ2 ഈക്വൽ ടു ce⁻k2x പ്ലസ് de⁻−k2x അല്ലെ. ഇനി മൂന്നാമത്തെ റീജിയൻ അല്ലെ, അതെന്തായിരുന്നു? ഈ റീജിയൻ അല്ലെ. അതിന് നമുക്ക് കിട്ടുന്ന വേവ് ഫംഗ്ഷൻ എന്തായിരുന്നു? നേരത്തെ കിട്ടിയിരുന്നു അല്ലെ. f(e⁻ik1x) ആയിരുന്നു അല്ലെ. ഒന്നാമത്തെ റീജിയനിൽ ഇൻസിഡന്റ് വേവും റിഫ്ലക്റ്റഡ് വേവും ഉണ്ട്, അതുകൊണ്ട് 2 പാർട്ട് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. മൂന്നാമത്തെ റീജിയനിൽ ട്രാൻസ്മിറ്റഡ് വേവ് മാത്രമേ ഉള്ളൂ, അത് ഇതാണെന്നും പറഞ്ഞിരുന്നു. സെക്കൻഡ് റീജിയന്റെ വേവ് ഫംഗ്ഷൻ നമുക്ക് ഇപ്പൊ കിട്ടുകയും ചെയ്തു അല്ലെ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ട്രാൻസ്മിഷൻ കോഎഫിഷ്യന്റ് ആയ f*f(a*a) ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാറ്. അത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു അപ്ലൈ സം ബൗണ്ടറി കണ്ടീഷൻസ് ടു ദീസ് പെർട്ടിക്കുലർ വേവ് ഫംഗ്ഷൻസ് അല്ലെ. ഈ വേവ് ഫംഗ്ഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യണം അല്ലെ. ഞാൻ പറഞ്ഞു ഇവിടെയുള്ള പാർട്ടിക്കിൾ ആണ്. ഇതിന് റീജിയൻ 1 ഒരു വേവ് ഫംഗ്ഷൻ കിട്ടി, റീജിയൻ 2 ഒരു വേവ് ഫംഗ്ഷൻ കിട്ടി, റീജിയൻ 3 ഒരു വേവ് ഫംഗ്ഷൻ കിട്ടി. ആ 1, 2, 3 റീജിയനകത്തെ വേവ് ഫംഗ്ഷൻസ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. എന്താണ് വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ? The probability of finding the particle, അല്ലെങ്കിൽ it describes the path of the particle. ആ പാർട്ടിക്കിളിന്റെ വഴിയാണ് ഇത് ശരിക്കും കാണിക്കുന്നത് അല്ലെ. അല്ലെങ്കിൽ അതിനെ കാണാനുള്ള പ്രോബിലിറ്റി അത് കാണിക്കുമ്പോൾ ഈ 3 റീജിയൻ ആയി കഴിഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരൊറ്റ പാർട്ടിക്കിളിനാണ്. വി ആർ കൺസിഡറിങ് എ സിംഗിൾ പാർട്ടിക്കിൾ ആൻഡ് all these 3 wave functions are representing the same particle അല്ലെ. അതുകൊണ്ട് there should be continuity at the boundaries അല്ലെ. വേവ് ഫംഗ്ഷൻ എന്തായിരിക്കണം? കണ്ടിന്യൂസ് ആയിരിക്കണം അല്ലെ. അപ്പം നമ്മൾ നേരത്തെ ഗ്രാഫ് ഒക്കെ വരച്ച് ചെയ്തില്ലേ തൊട്ട് മുമ്പത്തെ കേസിൽ അല്ലെ, സ്റ്റെപ്പ് ഫൈനൈറ്റ് പൊട്ടൻഷ്യൽ വെല്ലിനകത്ത്. അതുപോലെ നമുക്ക് എന്ത് ചെയ്യണം? ഗ്രാഫ് വരക്കണ്ട, പക്ഷേ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് കൺസെപ്റ്റ് അല്ലെ. ഇവിടെ എന്താണ്? റീജിയൻ 1 ഉണ്ട്, ഇതിനൊരു വേവ് ഫംഗ്ഷൻ ഉണ്ട്, അത് ഇതാണ്. റീജിയൻ 2 വേവ് ഫംഗ്ഷൻ ഉണ്ട്, ഇതാണ്. റീജിയൻ 3 ഒന്നുണ്ട്. അതെന്ത് ചെയ്യണം? കണ്ടിന്യൂസ് ആയിട്ട് പോകണം. ആ കണ്ടിന്യൂസിറ്റി വേണം നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു കോൺസ്റ്റൻസ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പം ഫോർ ദ വേവ് ടു ബി കണ്ടിന്യൂസ്, ഇത് x=0 എന്ന് പറഞ്ഞ പോയിന്റ് ആയിരുന്നു, ഇത് x=L എന്ന് പറഞ്ഞ പോയിന്റ് ആയിരുന്നു അല്ലെ. 0 to L ലെങ്ത് ഉള്ള ഒരു ബോക്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്തത്, ബാരിയർ ആണ് നമ്മൾ കൺസിഡർ ചെയ്തത് അല്ലെ. അപ്പം ഒന്നാമത്തെ ബൗണ്ടറി കണ്ടീഷൻ ആയിട്ട് നമുക്ക് പറയാം, ഫോർ ദ പാർട്ടിക്കിൾ വേവ് ടു ബി കണ്ടിന്യൂസ്, ഫോർ ദ particle wave to be continuous at x=0 എന്ന് പറഞ്ഞാൽ ഈ പെർട്ടിക്കുലർ പോയിന്റിൽ ψ1 should be equal to ψ2 അല്ലെ ആണല്ലോ. ഇവിടെ ആ പാർട്ടിക്കിളിന്റെ വേവ് ഫംഗ്ഷൻ എന്താണ്? ψ1 ആണ്. ഇവിടെ ആ പാർട്ടിക്കിളിന്റെ വേവ് ഫംഗ്ഷൻ എന്താണ്? ψ2 ആണ് അല്ലെ. In order for the wave function of the particle to be continuous, this should be satisfied അല്ലെ. എന്താണത്? x=0 എന്ന് പറഞ്ഞ പോയിന്റിൽ ψ1 ഉം ψ2 ഉം സെയിം ആയിരിക്കണം അല്ലെ. ഞാൻ പറഞ്ഞിട്ടുണ്ടാവും മുമ്പേ അല്ലെ. ഇപ്പൊ എക്സാമ്പിൾ ഇവിടെ ഈ വേവ് ഫംഗ്ഷൻ ആണ് എഴുതുക അല്ലെ, ഇങ്ങനെ പോയി എഴുതുക. പിന്നെ നമുക്ക് ഇവിടുന്ന് തുടങ്ങാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ പോകാൻ പറ്റില്ല. എന്ത് ചെയ്യണം? ഇതും തന്നെ ചേർന്ന് പോകണം. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് എന്താണ്? x=0 എന്ന് പറഞ്ഞ പോയിന്റ്. ആ പോയിന്റിൽ എന്തായിരിക്കണം? ψ1 ഉം ψ2 ഉം സെയിം ആയിരിക്കണം എന്ന് പറഞ്ഞത് അല്ലെ. അപ്പൊ ψ1 എന്താണ്? ഇതാണ്. ψ2 എന്താണ്? അതാണ്. അപ്പൊ എങ്ങനെ എഴുതാം? ae⁻ik1x പ്ലസ് be⁻−ik1x അല്ലെ, ഈക്വൽ ടു ψ2 എന്താണ്? ce⁻k2x പ്ലസ് de⁻−k2x at x=0. x=0 എന്ന് പറഞ്ഞ പോയിന്റില് ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇതിനകത്ത് x=0 ഇട്ട് കൊടുക്കാം. അപ്പൊ e⁻0 എന്നൊക്കെ വന്നിട്ടുണ്ടാവും. ആൻസർ ഷുഡ് ബി a പ്ലസ് b ഈക്വൽ ടു c പ്ലസ് d അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഒരു റിലേഷൻ കിട്ടി. എന്താണ് റിലേഷൻ?
എ പ്ലസ് ബി ഈക്വൽ ടു സി പ്ലസ് ഡി. ഇതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് കിട്ടും അല്ലേ? കഴിഞ്ഞോ? ഇല്ല. ഇനി എന്ത് ചെയ്യണം? നമുക്ക് രണ്ടാമത്തെ കണ്ടീഷൻ കൊടുക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? റീജിയൻ 2 ഉണ്ട്, റീജിയൻ 3 ഉണ്ട് അല്ലേ? രണ്ടാമത്തെ കണ്ടീഷൻ അറ്റ് എക്സ് ഈക്വൽ ടു എൽ. എക്സ് ഈക്വൽ ടു എൽ എന്ന് പറഞ്ഞ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഇവിടെയുള്ള വേവ് ഫംഗ്ഷൻ സൈ2, ഇവിടെയുള്ള വേവ് ഫംഗ്ഷൻ സൈ3 അല്ലേ? എക്സ് ഈക്വൽ ടു എൽ എന്ന് പറഞ്ഞ മറ്റപ്പം എന്താണ്? വേവ് ഫംഗ്ഷൻ ഷുഡ് ബി ഈക്വൽ ടു വേവ് ഫംഗ്ഷൻ. ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഇവിടെയുള്ള വേവ് ഫംഗ്ഷനും ഇവിടെയുള്ള വേവ് ഫംഗ്ഷനും സെയിം ആയിരിക്കണം, കാരണം അത് കണ്ടിന്യൂസ് ആയിട്ട് പോകണമെങ്കിൽ അല്ലേ? വിച്ച് മീൻസ് എന്താ? സൈ2 ഈക്വൽ ടു സൈ3 അല്ലേ? സൈ2 എന്താണ്? സി ഇ റൈസ് ടു k2. ഞാൻ ആ എക്സ് ഈക്വൽ ടു എൽ എന്ന് പറഞ്ഞ കണ്ടീഷനും കൂടെ ഇമ്പോസ് ചെയ്യാം അല്ലേ? വേണ്ട, നമുക്ക് എഴുതാം k2x പ്ലസ് ഡി ഇ റൈസ് ടു മൈനസ് k2x ഈക്വൽ ടു സൈ3 എന്താ? എഫ് ഇ റൈസ് ടു ഐ k1x at x equal to L. x equal to L എന്ന് പറഞ്ഞ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ മാത്രമാണ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. മേക്കിംഗ് ദ ചേഞ്ചസ് വിൽ ഗെറ്റ് അനദർ എക്സ്പ്രഷൻ. ഇവിടെ x ന് എന്ത് കൊടുക്കുക? L എന്നിട്ട് കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടും? c e raised to k2L plus d e raised to minus k2L equal to f e raised to I k2 k1 L എന്ന് കിട്ടും. ഇത് ഇക്വേഷൻ നമ്പർ 2 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? ആ ഒരു കണ്ടീഷനും അവിടെ സാറ്റിസ്ഫൈ ചെയ്യും അല്ലേ? ഇനിയും പോരാ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫോർ എ വെൽ ബിഹേവ്ഡ് വേവ് ഫംഗ്ഷൻ the derivative of the wave function should be continuous and single valued. ഇവിടെ ഇനി രണ്ടാമതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കൺസെപ്റ്റ് എന്താണ്? ഫോർ എ വെൽ ബിഹേവ്ഡ് വേവ് ഫംഗ്ഷൻ the wave function should be continuous and single valued, and രണ്ടാമത്തെ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു, the derivatives of the wave function should be continuous and single valued. ഡെറിവേറ്റീവ്സും കൂടെ എന്തായിരിക്കണം? കണ്ടിന്യൂസ് ആൻഡ് സിംഗിൾ വാല്യൂഡ് ആയിരിക്കണം അല്ലെ? അപ്പൊ അതും കൂടെ ഇമ്പോസ് ചെയ്യുക, ആ ഒരു കണ്ടീഷനും കൂടെ. എന്താണ് ആ കണ്ടീഷൻ? മൂന്നാമത്തെ കണ്ടീഷൻ എന്താണ്? അറ്റ് എക്സ് ഈക്വൽ ടു 0 ഡോ ψ1 ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ ψ2 ബൈ ഡോ എക്സ്. എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ പോയിന്റ്, ഈ ഒരു പോയിന്റില് ψ1ന്റെയും ψ2ന്റെയും ഡെറിവേറ്റീവ്സും എന്തായിരിക്കണം? കണ്ടിന്യൂസ് ആയിരിക്കണം അല്ലെ? അപ്പൊ എന്ത് ചെയ്യാ? ഡോ ψ1 ബൈ ഡോ എക്സ് കാണാം. എങ്ങനെയാണ് ഡോ ψ1 ബൈ ഡോ എക്സ് എന്താണ്? I k1 into a e raised to I k1x. ഞാൻ ഡയറക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഇതല്ലേ ψ1. പിന്നെ മൈനസ് I k1 into b e raised to മൈനസ് I k1x ഉണ്ട് അല്ലേ? ഈസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് വേവ് ഫംഗ്ഷൻ അല്ലെ? ψ2ന്റെ ഡെറിവേറ്റീവ് എന്താ വരിക? k2 c e raised to k2x മൈനസ് k2 d e raised to മൈനസ് k2x അല്ലെ? ഇങ്ങനെ വരും. at x equal to 0. അവിടെ x equal to 0 എന്ന് പറഞ്ഞൊരു കണ്ടീഷനും കൂടെ ഇനി നമ്മൾ ചേർക്കാൻ പോകും അല്ലെ? അപ്പൊ എന്താവും? e raised to 0 എന്നുള്ള ടേം ഒക്കെ 1 ആയി പോകും. ബാക്കി I k1 ഇതിൽ കോമൺ ആണ് ഇൻറ്റു a മൈനസ് b ഈക്വൽ ടു k2 ഇൻറ്റു c മൈനസ് d എന്ന് എഴുതാം അല്ലേ? അങ്ങനെ ഒരു ഇക്വേഷൻ കൂടെ കിട്ടിയില്ലേ? അപ്പം ഇവിടെ ചെയ്യാം. എന്താ ഇക്വേഷൻ? I k1 ഇൻറ്റു a മൈനസ് b ഈക്വൽ ടു k2 ഇൻറ്റു c മൈനസ് d അല്ലേ? ഇതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 3 കൊടുക്കും അല്ലേ? ഇനി കഴിഞ്ഞില്ല, ഇനി എക്സ് ഈക്വൽ ടു എൽ എന്ന് പറഞ്ഞ ഒരു പോയിന്റും കൂടെ ഉണ്ട്. ആ ഒരു പോയിന്റിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ സെയിം കണ്ടീഷൻ അപ്ലൈ ചെയ്യാം അല്ലെ? നാലാമത്തെ കണ്ടീഷൻ അറ്റ് എക്സ് ഈക്വൽ ടു എൽ ഡോ ψ2 ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ ψ3 ബൈ ഡോ എക്സ്. എക്സ് ഈക്വൽ ടു എൽ എന്ന് പറഞ്ഞ പോയിന്റിൽ അല്ലേ? അപ്പൊ എന്താ ഡെറിവേറ്റീവ് കാണുന്ന ഡയറക്റ്റ് എന്താ വരിക? k2 c e raised to k2x minus k2 d e raised to minus k2x equal to ψ3 ന്റെ ഡെറിവേറ്റീവ് എന്താ വരിക?
I k1 f e raised to I k1 x എന്ന് വരും അല്ലേ. ഇനി എന്ത് ചെയ്യാം, at x equal to L എന്ന് പറഞ്ഞ കണ്ടീഷനും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പൊ എന്താവും, ഈ എക്സിനൊക്കെ പകരം നമ്മൾ എന്ത് ചെയ്യാൻ മതി, L കൊടുത്താൽ മതി അല്ലേ. അപ്പം L വരും, ഇതിന് ഇക്വേഷൻ നമ്പർ 4 കൊടുക്കാം അല്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ, we have to solve these equations. Equation 1, 2, 3 and 4 അങ്ങനെ 4 ഇക്വേഷൻസ് ഇല്ലേ. ആ 4 ഇക്വേഷൻസ് എന്ത് ചെയ്യണം, സോൾവ് ചെയ്യണം. അത് സോൾവ് ചെയ്യാൻ നമുക്ക് നടക്കൂല, നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഫിസിക്സ് നോക്കാം. മാത്തമാറ്റിക്സ് ആരൊക്കെയോ ചെയ്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, താല്പര്യമുള്ളവർ എന്ത് ചെയ്യാം, അങ്ങനെ ചെയ്യാം. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ we will be left with solving equation 1, 2, 3 and 4 അല്ലേ. അങ്ങനെ പറഞ്ഞാൽ മതി. Solving, we will get a by f equal to that half plus I k2 by 4 k1 into e raised to I k1 plus k2 into L എന്ന് കിട്ടും അല്ലേ. ഈ രീതിയിൽ ആ ഇക്വേഷൻ സോൾവ് ചെയ്യുക. അത് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അത് നമ്മൾ അതും കൂടെ ചെയ്യുന്നത് ഭയങ്കര ലെങ്തിയോ. നമ്മളിപ്പോ ഇന്നലെ തുടങ്ങിയതാണ് അല്ലേ, എന്നിട്ട് ഇന്നും ചെയ്ത് തന്നിട്ടില്ല. അപ്പൊ അത് ലെങ്തി ആയി പോകും. essay ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുക. അപ്പൊ ഇത്രയും നമുക്ക് നേരം കിട്ടില്ല. അപ്പൊ ഇത്ര മതി. നമുക്ക് അതിന്റെ മാത്തമാറ്റിക്സ് അല്ല അതിന്റെ ഫിസിക്സ് അറിയില്ല. അപ്പൊ നമുക്ക് കണ്ട് f star f by a star a ആണ്. അപ്പൊ a by f അവിടെ ഉള്ളത് നമുക്ക് കാണ്ടിന്റെ ഒരു പിന്നെ റെസിപ്രോക്കൽ എന്നൊക്കെ പറയാം. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഇതിന്റെ കോൺജുഗേറ്റ് കാണാം. എന്താണത്, a star by f star കാണാം എന്ന് പറഞ്ഞാൽ എന്താവും, ഇതിനകത്ത് i ഒക്കെ മൈനസ് i ആവും. അപ്പൊ എന്ത് വരും, ഹാഫ് മൈനസ് I k2 by 4 k1 into e raised to minus I k1 plus k2 into L എന്ന് വരും അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവരൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. അപ്പൊ എന്താവും, a star a by f star a. ഈ ഇക്വേഷൻ മൾട്ടിപ്ലൈ ചെയ്താൽ a star a by f star f എന്നല്ലേ വരിക, മൾട്ടിപ്ലൈ ചെയ്താൽ ഈക്വൽ ടു ഇത് ശരിക്കും എന്താ ഫോർമാറ്റ്, e raised to I k1 minus I k1 plus k2 വരും. ഇവിടെ e raised to I k1 plus k2 വരും അല്ലേ. അതുപോലെ ഇതിനകത്ത് a plus ib into a minus ib എന്നുള്ള ഫോർമാറ്റ് അല്ലേ. അപ്പൊ അത് ചെയ്ത് നമുക്ക് എന്താ കിട്ടുക, ഇവിടെ a plus ib into a minus ib എന്താ, a square plus b square ആണ് അല്ലേ. എന്ന് വരും 1/4 plus k2 square by 4 അല്ലേ 16 k1 square വരും അല്ലേ. a2 square by k2 square by 16 k1 square അല്ലേ. a plus ib into a minus ib എന്താണ്, a square plus b square ആണ്. കോംപ്ലക്സ് നമ്പേഴ്സിന്റെ ടേംസ് ഇൻടു ഇനി e raised to minus I k1 ഉം e raised to I k1 ഉം കട്ട് ചെയ്ത് പോകും. ബാക്കി എന്താവും, e raised to 2 k2 L എന്ന് വരും അല്ലേ. e raised to 2 k2 L എന്ന് വരും. ഇനി നമുക്ക് എന്താണ് ട്രാൻസ്മിഷൻ കോഎഫിഷ്യന്റ് എന്താ, a star a by f star f ആണ്. അപ്പൊ എന്തായി, അങ്ങനെയല്ലേ നമ്മുടെ ട്രാൻസ്മിഷൻ കോഎഫിഷ്യന്റ് അല്ലേ. അല്ല, ട്രാൻസ്മിഷൻ കോഎഫിഷ്യന്റ് എന്തായിരുന്നു, ഇതിന്റെ റെസിപ്രോക്കലാ t equal to f star f by a star a ആണ് അല്ലേ. which is equal to 1 by ഈ ബ്രാക്കറ്റിനകത്തെ ക്വാണ്ടിറ്റി 1/4 plus k2 square by 16 k1 square into e raised to minus 2 k2l എന്ന് വരും അല്ലേ. ഇനി ഈ ക്വാണ്ടിറ്റി പിന്നെ എന്താണ്, വളരെ പിന്നെ വലുതാണ് അല്ലേ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ ഒഴിവാക്കി കളയും കേട്ടോ. ഇത് നോട്ടിൽ വരുന്ന ഈ ക്വാണ്ടിറ്റി നമുക്ക് നെഗ്ലിജിബിൾ ആണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ ഇക്വേറ്റ് ചെയ്ത് e raised to minus 2 k2l എന്ന് കൊടുക്കും കേട്ടോ. ഈ ക്വാണ്ടിറ്റി അത്ര ഇതായിട്ട് വരുന്നില്ല. അതിപ്പോ എങ്ങനെയാന്ന് ചോദിച്ചാല് k1 ഉം k2 തമ്മിലുള്ള റിലേഷൻ വെച്ചിട്ടാ മീഡിയത്തിനനുസരിച്ച് കേട്ടോ. അപ്പൊ ആ ഭാഗം നമുക്ക് പിന്നെ ഇതാക്കി കളയാം. അപ്പം ഇതിൽ വരുന്ന റിസൾട്ട് ഇതാണ്. ഇതല്ല ഇമ്പോർട്ടന്റ്. നമുക്ക് ഫൈനൽ റിസൾട്ട് ആയിട്ട് കിട്ടുന്നത് എന്താണ്, f star f by a star equal to e raised to minus 2 k2l എന്ന് കിട്ടും അല്ലെ. ട്രാൻസ്മിഷൻ പ്രോബബിലിറ്റി ഈക്വൽ ടു ആൾമോസ്റ്റ് ഈക്വൽ ടു e raised to minus 2 k2l എന്ന് വരും കേട്ടോ. ഇതിന്റെ ഒരു ജസ്റ്റിഫിക്കേഷൻ ഞാൻ പറയാം കേട്ടോ, വിട്ടുപോയി.
എന്തുകൊണ്ട് ഇങ്ങനെ ആവുന്നതിന്റെ ജസ്റ്റിഫിക്കേഷൻ ഞാൻ പറയാം. ഓക്കെ, T equal to e raised to minus 2k2. ഈ ഡിനോമിനേറ്റർ പിന്നെ നെഗ്ലിജിബിൾ ആണ്, അതുകൊണ്ടാണ് നമ്മൾ ഒഴിവാക്കി കളയുന്നത് കേട്ടോ. ഞാനൊന്ന് നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ. T equal to e raised to minus 2k2L എന്ന് പറയാം അല്ലെ. ഇതെന്താണ് ട്രാൻസ്മിഷൻ കോഎഫിഷ്യന്റ്? എന്താ ട്രാൻസ്മിഷൻ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാല് ഈ പാർട്ടിക്കിളിന് ഇവിടെ കാണാനുള്ള പ്രോബബിലിറ്റി അല്ലെ. ഈ പാർട്ടിക്കിൾ ഇതിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്ത് ഇവിടെ കാണാനുള്ള പ്രോബബിലിറ്റിയാണ് e raised to minus 2k2L എന്ന് പറയുന്നത് അല്ലെ. e raised to minus 2k2L എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഒരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റി ആണ് അല്ലെ. ഇതൊരു വാല്യൂ ഉള്ള സാധനമാണ് അല്ലെ. നമ്മളിത് e raised to minus 2 into k2ന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക, L അതിന്റെ വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യുക. അത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ട്രാൻസ്മിഷൻ പ്രോബബിലിറ്റിക്ക് ഒരു ഫൈനൈറ്റ് വാല്യൂ ഉണ്ട്. പ്രോബബിലിറ്റിക്ക് ഒരു ഫൈനൈറ്റ് വാല്യൂ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? there is a probability of finding the particle here. അതൊരിക്കലും പാർട്ടിക്കിൾ ഇതിലെ ക്രോസ് ചെയ്ത് വരില്ല, കാരണം the energy of the particle is less than v. ബാക്കി പിന്നുള്ള ഒരു പ്രോബബിലിറ്റി എന്താണ്? it will tunnel through this barrier and will reach in the third region അല്ലെ. ഇതാണ് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് എന്ന് പറഞ്ഞാൽ കേട്ടോ. ഇത് മൈക്രോസ്കോപ്പിക് റീജിയനിൽ നടക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ എക്സാമ്പിൾ നമുക്ക് ആൽഫ ഡിക്ക് ഒക്കെ പറയാൻ പറ്റും അല്ലെ. ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിന്റെ അകത്തുനിന്ന് റിലീസ് ചെയ്യുന്ന അല്ലെ. അതിങ്ങനെ ന്യൂക്ലിയസിന്റെ വാൾസിൽ ഹിറ്റ് ചെയ്ത് എന്ത് ചെയ്യണം? അത് പുറത്തേക്ക് ചാടുന്നുണ്ട്. അതുപോലെയൊക്കെയുള്ളൊരു കൺസെപ്റ്റ് ആണ് എന്ത്? ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ് പറയാം. താങ്ക് യു ഓൾ.